നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കേരയിൽ സമരം. മാടപ്പള്ളിയിൽ നടന്ന സമരം 1000 ദിനം പിന്നിട്ടു. കോട്ടയത്ത് സമരഭടന്മാരുടെ സംഗമം. കേരയിലിന് കേന്ദ്രം അനുമതി നൽകിയെന്ന് സംസ്ഥാന സർക്കാർ കള്ളം പ്രചരിപ്പിക്കുന്നതായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. പൊൻകുന്നം ഒരുങ്ങി. ദൃശ്യം 2K25 ഈ മാസം 18 വിവിധങ്ങളായ പരിപാടികളോടെ തുടക്കം, 25 ഉദ്ഘാടനം. ചിറക്കടവിന് നവ്യാനുഭവമാകുമെന്ന് പഞ്ചായത്ത് അധികൃതർ. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. ജനുവരി 27 മുതൽ കട അടച്ച് സമരം ചെയ്യും. മുഖ്യമന്ത്രി നൽകിയ ഉറപ്പുകൾ പാലിക്കുന്നില്ലെന്ന് സമരസമിതി കൺവീനർ ജോണി നെല്ലൂർ. ധനുമാസ തിരുവാതിര ആഘോഷിച്ചു. തിരുവാതിര വ്രതമെടുത്തും തിരുവാതിര കളിച്ചും സുമംഗലികളും കന്യകമാരും. ശിവപാർവതി നാമങ്ങളാൽ മുഖരിതമായി ക്ഷേത്രാങ്കണങ്ങൾ. വാർത്തകൾ വിശദമായി. കേരയിലിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയെന്ന് സംസ്ഥാന സർക്കാർ കള്ളം പ്രചരിപ്പിക്കുകയാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. മാടപ്പള്ളിയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി നടത്തുന്ന സമരത്തിന്റെ 1000 ദിവസം പിന്നിട്ടതിന്റെ ഭാഗമായി കോട്ടയത്ത് നടന്ന സമരഭട സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കേരയിലിന് കേന്ദ്രം അനുമതി നൽകിയെന്ന് നുണ പ്രചരിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാരെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. നിയമപ്രകാരം നടപടികൾ പൂർത്തിയാക്കിയാൽ പദ്ധതി പരിഗണിക്കാമെന്ന് മാത്രമാണ് കേന്ദ്രം പറഞ്ഞത്. കേരയിലിനെതിരെ ചങ്ങനാശ്ശേരി, മാടപ്പള്ളിയിൽ തുടങ്ങിയ സമരം 1000 ദിവസത്തിലെത്തിയപ്പോൾ കോട്ടയത്ത് നടത്തിയ സമരഭടന്മാരുമായി എത്തി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കേരളത്തിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന പ്രശ്നമായി കേരയിൽ മാറിയെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതിയാണ് 1000 ദിവസമായി സമരത്തിൽ തുടരുന്നത്. ആന്റണി MP മുഖ്യപ്രഭാഷണം നടത്തി. മുൻ MP PC തോമസ്, ജോസഫ് പുതുശ്ശേരി, MP ജോസഫ്, മുൻ മന്ത്രി KC ജോസഫ്, DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, BJP നേതാവ് രാമൻപിള്ള, സമരസമിതി കൺവീനർ ബാബു കുട്ടൻചിറ, VJ ലാലി തുടങ്ങിയവരും പങ്കെടുത്തു. എല്ലാ ജില്ലകളിലും പെട്ടവർ സമരത്തിൽ പങ്കെടുത്തു. കോട്ടയം കളക്ടറേറ്റിന് മുൻപിലായിരുന്നു സമരഭടന്മാരുടെ സംഗമം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചിറക്കടവ് പഞ്ചായത്തും സംസ്കൃതിയും സംസ്ഥാന സാംസ്കാരിക വകുപ്പും ചേർന്ന് നടത്തുന്ന രണ്ടാമത് ദൃശ്യം 2K25 പൊൻകുന്നം ഒരുങ്ങി. ഈ മാസം 18 മുതൽ 30 വരെ വിവിധങ്ങളായ പരിപാടികളോടെ ദൃശ്യം 2K25 അരങ്ങേറുമെന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദൃശ്യം 2K25 വരവേൽക്കാൻ പൊൻകുന്നം ഒരുങ്ങി. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തും സംസ്കൃതിയും സംസ്ഥാന സാംസ്കാരിക വകുപ്പും ചേർന്നാണ് ദൃശ്യം 2K25 ദൃശ്യവിരുന്നൊരുക്കുന്നത്. ഈ മാസം 18 മുതൽ 30 വരെ വിവിധങ്ങളായ പരിപാടികളോടെയാണ് പൊൻകുന്നത്ത് ദൃശ്യം കാർണിവൽ ഒരുക്കുന്നത്. 19 ചിത്രരചനാ മത്സരവും 21 ഫോട്ടോഗ്രാഫി മത്സരവും 22 മെഗാ ക്വിസ് മത്സരവും നടക്കും. 23 നിളയുടെ നിലാവ് എന്ന പേരിൽ MT വാസുദേവൻ നായർ അനുസ്മരണം നടക്കും. 25 ഉച്ചകഴിഞ്ഞ് 2 സാംസ്കാരിക റാലിക്ക് ശേഷം വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന യോഗത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ദൃശ്യം 2K25 ഉദ്ഘാടനം ചെയ്യുമെന്ന് ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ പറഞ്ഞു. 25 തീയതി നമ്മുടെ ദൃശ്യത്തിന്റെ കലാപരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാന്യായ ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ 6 മണിക്ക് നടക്കുന്ന യോഗത്തിൽ വെച്ച് നിർവഹിക്കും. അതിനുശേഷം പൊൻകുന്നത്തെ പ്രണവം സ്കൂൾ ഓഫ് ആർട്സ് അവതരിപ്പിക്കുന്ന ഓപ്പണിംഗ് ഡാൻസ് ഉണ്ടായിരിക്കും. അതിനുശേഷം ഫാഷൻ ഷോ ഉണ്ട്.
30-ന് സമാപന സമ്മേളനം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. രാത്രിയിൽ പ്രസീത ചാലക്കുടി അവതരിപ്പിക്കുന്ന ഗാനമേള അരങ്ങേറും. 28, 29, 30 തീയതികളിൽ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ മെഡിക്കൽ എക്സിബിഷനും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് മിനി സേതുനാഥ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രൂസ്, ആന്റണി മാർട്ടിൻ, പഞ്ചായത്ത് അംഗങ്ങളായ NT ശോഭന, IS രാമേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഈ മാസം 27 മുതൽ സംസ്ഥാനത്തെ റേഷൻ കടകൾ അടച്ചിടും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന്റെ ഭാഗമായാണ് റേഷൻ കടകൾ അടച്ചിടുന്നത്. അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാൻ റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി ജനുവരി 27 മുതലാണ് സംസ്ഥാനത്തെ റേഷൻ കടകൾ അടച്ച് സമരം ചെയ്യുമെന്ന് റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി ജനറൽ കൺവീനർ ജോണി നെല്ലൂർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തെ ചില്ലറ റേഷൻ വ്യാപാരികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ പരിഹരിച്ചു കിട്ടുന്നതിനായി വിവിധ സംഘടനകൾ യോജിച്ച് പലതവണ സമരരംഗത്ത് ഇറങ്ങിയെങ്കിലും സർക്കാരിൽ നിന്നും യാതൊരു നടപടിയും ഇല്ലെന്നും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടും മനസ്സിലാക്കാത്ത സർക്കാരിന് മുന്നിൽ സമരമല്ലാതെ മറ്റ് മാർഗങ്ങളില്ല ജോണി നെല്ലൂർ പറഞ്ഞു. ഞങ്ങൾ ഗവൺമെന്റിന് നോട്ടീസ് കൊടുത്തു. അനിവാര്യമായ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അനിശ്ചിതകാല സമരമല്ലാതെ മാർഗമില്ല, ജീവിക്കാൻ മാർഗമില്ലാത്ത സാഹചര്യം. നിരവധി റേഷൻ വ്യാപാരികൾ വ്യാപാരം ഉപേക്ഷിച്ചു പോയി. ഒട്ടേറെ ആളുകൾ ആത്മഹത്യയുടെ വക്കിലാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇനി ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ഞങ്ങൾ നോട്ടീസ് കൊടുത്ത് ജനുവരി 6 പറഞ്ഞു. അപ്പോഴാണ് വയനാട്ടിലെ ദുരന്തമുണ്ടായി. അതിനിടയിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നു. അതൊക്കെ മൂലം ഗവൺമെൻറ് ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും ഈ ദുരന്തത്തിൻ്റെ സാഹചര്യങ്ങൾ ഞങ്ങൾ ജനുവരി 6 എന്നുള്ളത് മാറ്റി. ജനുവരി 27 തീയതി മുതൽ സംസ്ഥാനത്തെ മുഴുവൻ കടകളും അടച്ചിട്ട് അനിശ്ചിതകാലത്തേക്ക് ഞങ്ങൾ സമരം ആരംഭിക്കുകയാണ്. 27 തീയതി കടകൾ അടയ്ക്കുന്നതിന് പുറമെ മുഴുവൻ റേഷൻ വ്യാപാരികളും സഹായികളും കുടുംബാംഗങ്ങളും അതാത് താലൂക്ക് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും. മറ്റ് രീതികൾ ഓരോ ദിവസവും എന്ത് രീതികൾ വേണമെന്ന് 16 തീയതി ഞങ്ങളുടെ നേതാക്കന്മാർ തിരുവനന്തപുരത്ത് യോഗം ചേർന്ന് സമരത്തിൻ്റെ മറ്റുള്ള രീതികൾ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് തീരുമാനമെടുക്കും. വേതന പാക്കേജ് പരിഷ്കരിക്കുക, കമ്മീഷനും ഇൻസെന്റീവും അതാത് മാസം വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. മുഖ്യമന്ത്രി നൽകിയ ഉറപ്പൊന്നും പാലിക്കപ്പെട്ടിട്ടില്ലെന്നും ജോണി നെല്ലൂർ കുറ്റപ്പെടുത്തി. ജനങ്ങൾ പട്ടിണിയിലേക്ക് പോകുന്ന സാഹചര്യം ഒഴിക്കാൻ സർക്കാർ ഇടപെടണമെന്നും ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം ഡയറക്റ്റ് പേയ്മെന്റ് സിസ്റ്റം നടപ്പിലാക്കിയാൽ റേഷൻ രംഗം തന്നെ ഇല്ലാതാകുമെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ധനുമാസത്തിലെ തിരുവാതിര ആഘോഷിച്ചു. ഇത്തവണ 3 ദിവസങ്ങൾ നീണ്ട ആഘോഷമാണ് നടന്നത്. ഞായറാഴ്ച തിരുവാതിര വ്രതമെടുത്ത് ഉറക്കമൊഴിഞ്ഞ് തിരുവാതിര കളിച്ച് തിങ്കളാഴ്ച പുലർച്ചെ ആർദ്ര ദർശനം നടത്തിയാണ് തിരുവാതിര വ്രതം പൂർത്തിയാക്കിയത്. എല്ലാ മാസവും തിരുവാതിര വിശേഷമുണ്ടെങ്കിലും ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. തിരുവാതിര ദിവസം ശിവപാർവതി സങ്കല്പത്തിലുള്ള പ്രാർത്ഥനയാണ് വേണ്ടത്. കന്യകമാരും സുമംഗലികളുമാണ് വ്രതമെടുക്കുന്നത്. ശനിയാഴ്ച വൈകുന്നേരം എട്ടങ്ങാടിയും ഞായറാഴ്ച പകൽ തിരുവാതിര വ്രതവും നോറ്റ ശേഷം രാത്രി മുഴുവൻ തിരുവാതിര കഴിച്ച് ഉറക്കമൊഴിച്ചും പാതിരാപ്പൂ ചൂടിയുമാണ് ധനുമാസ തിരുവാതിര ഇത്തവണ ആഘോഷിച്ചത്. വ്രതമെടുത്താൽ അതിവിശിഷ്ടമായ ദാമ്പത്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. അതിനാൽ സുമംഗലികൾ ദീർഘമാംഗല്യത്തിനും കന്യകമാർ ഉത്തമ ദാമ്പത്യം ലഭിക്കുന്നതിനുമാണ് തിരുവാതിര വ്രതം നോൽക്കുന്നത്. നേരം പുലരുന്നത് വരെയാണ് തിരുവാതിര കളിക്കുന്നത്. ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വിവിധ സംഘടനകളുടെയും വനിതാ കരയോഗ അംഗങ്ങളുടെയും നേതൃത്വത്തിൽ തിരുവാതിര ആഘോഷിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.
പാലാ പൊൻകുന്നം റോഡിൽ 5-ാം മൈലിന് സമീപം ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം. പരിക്കേറ്റ ഓട്ടോറിക്ഷ യാത്രികൻ കൂരാലി സ്വദേശി എബിനെ ചേർപ്പുങ്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ 6:30യോടെയായിരുന്നു അപകടം. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള തീർത്ഥാടക സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇളംകുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. 2ാം ദിവസമായ തിങ്കളാഴ്ച പകൽ നടന്ന ഉത്സവ ബലി ദർശിക്കാൻ നിരവധി ഭക്തർ എത്തി. ഇളംകുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവത്തിന് കൊടിയേറി. തിരുവുത്സവത്തിന്റെ ആദ്യ ദിനങ്ങളും മകരവിളക്കും അപൂർവമായി ഒന്നിച്ചു വന്നു എന്ന പ്രത്യേകത കൂടി ഈ വർഷത്തെ തിരുവുത്സവത്തിനുണ്ട്. ഉത്സവത്തിന്റെ 2ാം ദിവസമായ തിങ്കളാഴ്ച രാവിലെ പള്ളിയുണർത്തൽ, അഭിഷേകം, ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. തുടർന്നായിരുന്നു ഉത്സവ ബലി. ശേഷം നടന്ന ദർശന പ്രാധാന്യമുള്ള ഉത്സവ ബലി ദർശിക്കാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്തർ എത്തിച്ചേർന്നു. ജനുവരി 14 മുതൽ ജനുവരി 17 വരെ എല്ലാ ദിവസവും രാവിലെ 11 മണിക്ക് ഉത്സവ ബലിയും തുടർന്ന് ദർശനവും നടക്കും. ജനുവരി 19 ഞായറാഴ്ചയാണ് തിരുവാറാട്ട്. അന്നേ ദിവസം വൈകുന്നേരം ആറാട്ട് ബലിക്ക് ശേഷം കൊടിയിറക്കും. തുടർന്ന് വെള്ളാങ്കാവ് ആറാട്ട് കടവിലേക്ക് ആറാട്ടിനായി പുറപ്പെടും. രാത്രി 7-ന് ആറാട്ട് എതിരേൽപ്പും 7:30-ന് കിഴക്കേ പന്തലിൽ ആറാട്ട് എഴുന്നള്ളത്തും നടത്തും. തിരുവുത്സവ ദിവസങ്ങളിൽ വിവിധങ്ങളായ കലാപരിപാടികളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കൂരോപ്പട പഞ്ചായത്തിലെ വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ പുതുവത്സരാഘോഷം നടന്നു. പ്രായത്തെ അവഗണിച്ച് നിരവധി വയോജനങ്ങളാണ് ആഘോഷങ്ങളിൽ പങ്കാളികളായത്. കൂരോപ്പട പഞ്ചായത്ത് 12-ാം വാർഡിലെ വയോജന കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പുതുവത്സരം ആഘോഷിച്ചു. പ്രായത്തെ മറന്ന് വയോജനങ്ങൾ കലാകായിക മത്സരത്തിൽ പങ്കെടുത്തു. കുടുംബശ്രീയിലെ ഏറ്റവും മുതിർന്ന അംഗമായ 97 വയസ്സുള്ള ഏലിയാമ്മ ഏലിയാസിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കൂടിയായ ആശാ ബിനുവിന്റെ നേതൃത്വത്തിലായിരുന്നു പുതുവത്സരാഘോഷം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കള്ളുഷാപ്പ് ലൈസൻസി അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഏറ്റുമാനൂരിൽ നടന്നു. കള്ളുഷാപ്പ് മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അസോസിയേഷൻ ഈ മാസം 30-ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. ഏറ്റുമാനൂരിൽ നടന്ന കള്ളുഷാപ്പ് ലൈസൻസി അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിൽ ദൂരപരിധി കുറയ്ക്കുക, സ്ട്രെങ്ത് കേസിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുക, സാമ്പിൾ 3 എണ്ണമാക്കുക, ലൈസൻസ് വയലേഷൻ കേസുകൾ ഷാപ്പുകൾ അടയ്ക്കാതെ തീർപ്പാക്കുക, ലൈസൻസ് ദീർഘകാലാടിസ്ഥാനത്തിൽ നൽകുക, അബ്കാരി നിയമം പരിഷ്കരിക്കുക, അധികമായി ചുമത്തുന്ന കള്ളുകടത്ത് ഫീസുകൾ ഒഴിവാക്കുക, ഷാപ്പുകളുടെ അധിക കിസ്ത് പുനഃപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനുവരി 30-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നതിനുള്ള തീരുമാനം കൈക്കൊണ്ടു. സമ്മേളനം കള്ളുഷാപ്പ് ലൈസൻസി അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജയരാജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് MS മോഹൻദാസ് അധ്യക്ഷനായി. TD രമേശൻ, AD പ്രസാദ്, ആരിശ്ശേരിൽ കിഷോർ കുമാർ, പുഷ്കരൻ, KD ഷാജി, MB സുകുമാരൻ, വൈശാഖ് എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ പ്രസിഡന്റായി MS മോഹൻദാസിനെയും സെക്രട്ടറിയായി TD രമേശിനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ജനുവരി 17-ന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ മുനമ്പം വഖഫ് ഭൂമിയല്ല എന്ന് ഒറ്റക്കെട്ടായി പ്രമേയം പാസാക്കണമെന്നാവശ്യപ്പെട്ട് ജനുവരി 16-ന് രാവിലെ 10 മണി മുതൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി പ്രതിഷേധിക്കും. BJP ദേശീയ നിർവാഹക സമിതി അംഗം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് പാർട്ടി ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ വഖഫ് നിയമ ഭേദഗതി കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കുന്നതിന് വേണ്ടി രംഗത്ത് വന്നപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി LDF UDF ഒറ്റക്കെട്ടായി കേരള നിയമസഭയിൽ ആ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസ്സാക്കി. ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്, മുനമ്പം നിവാസികൾ ഇന്ന് കുടിയിറക്ക് ഭീഷണിയിൽ തന്നെയാണ്. അവർക്ക് സംരക്ഷണം കൊടുക്കുവാൻ 17-ാം തീയതി ആരംഭിക്കുന്ന കേരള നിയമസഭാ സമ്മേളനം, ആ സമ്മേളനത്തിൽ കേരളത്തിലെ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി ഒരു പ്രമേയം പാസ്സാക്കണം. ഇത് മുനമ്പം വഖഫ് ഭൂമി അല്ല എന്ന പ്രമേയം പാസ്സാക്കിയാൽ അവർക്ക് അവിടെ നിയമ സംരക്ഷണം ലഭിക്കും. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ജനങ്ങൾ കാലാകാലങ്ങളായി അവിടെ താമസിക്കുന്ന ആളുകൾ അവർ പുറത്ത് അല്ലെങ്കിൽ പെരുവഴിയിലാകുന്ന അവസ്ഥയുണ്ടാവും. അത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ 16-ാം തീയതി 10 മണിക്ക് സെക്രട്ടേറിയറ്റ് മുമ്പിൽ ധർണ നമ്മൾ സംഘടിപ്പിക്കുന്നത്. അത് ധർണ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ BJPയുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം പ്രിയപ്പെട്ട PK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരയിൽ സമരം. മാടപ്പള്ളിയിൽ നടന്ന സമരം 1000 ദിനം പിന്നിട്ടു. കോട്ടയത്ത് സമരഭടന്മാരുടെ സംഗമം. കേരയിലിന് കേന്ദ്രം അനുമതി നൽകിയെന്ന് സംസ്ഥാന സർക്കാർ കള്ളം പ്രചരിപ്പിക്കുന്നതായി
തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. പൊൻകുന്നം ഒരുങ്ങി ദൃശ്യം 2K25 ഈ മാസം 18 വിവിധങ്ങളായ പരിപാടികളോടെ തുടക്കം, 25 ഉദ്ഘാടനം. ചിറക്കടവിന് നവ്യാനുഭവമാകുമെന്ന് പഞ്ചായത്ത് അധികൃതർ. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. ജനുവരി 27 മുതൽ കട അടച്ച് സമരം ചെയ്യും. മുഖ്യമന്ത്രി നൽകിയ ഉറപ്പുകൾ പാലിക്കുന്നില്ലെന്ന് സമരസമിതി കൺവീനർ ജോണി നെല്ലൂർ. ധനുമാസ തിരുവാതിര ആഘോഷിച്ചു. തിരുവാതിര വ്രതമെടുത്തും തിരുവാതിര കളിച്ചും സുമംഗലികളും കന്യകമാരും. ശിവപാർവതി നാമങ്ങളാൽ മുഖരിതമായി ക്ഷേത്രാങ്കണങ്ങൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.